നിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ. ഇനി നിനക്ക് വേണ്ട ശുശ്രൂഷ നൽകുകയാണ് ഒരു ഡോക്ടറുടെ ധർമ്മം. അല്ലാതെ എല്ലാവരുടെയും മുന്നിൽ നിന്റെ അവസ്ഥ തുറന്നു കാണിച്ച് നിന്നെ അപമാനിക്കുകയല്ല. വളരെ നന്ദി ഡോക്ടർ. ഇത്തവണ നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ എപ്പോഴും നിനക്കിങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്ന കരുതരുത്. ഈ സത്യം എന്തായാലും പുറത്തു വരും. കുറച്ചു മാസങ്ങൾക്കകം നീ പ്രഗ്നന്റ് ആണെന്ന് നിന്നെ കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. ഈ പ്രശ്നത്തിന് 2 പരിഹാരങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഈ പ്രശ്നത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കി പുതിയൊരു ജീവിതത്തിന് നീ തയ്യാറാവണം. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനത് പറയാൻ പാടില്ല. പക്ഷെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് നീ ഈ ലോകത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. വേഗം ഒരു തീരുമാനം എടുക്ക. ഞാൻ തുളസിയെ കണ്ടു. എല്ലാം കൊണ്ടും പ്രിയൻചേട്ടന് ചേർന്ന കുട്ടിയാ. എന്നെക്കാളും പഠിപ്പും വിവരം സ്വത്തും ഒക്കെ ഉണ്ട്. നന്നായി പാചകം ചെയ്യുകയും ചെയ്യും. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നതുകൊണ്ട് പ്രിയൻചേട്ടനെ ഒരുപക്ഷെ എന്നെക്കാളും നന്നായി അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 മാസത്തിനുള്ളില് പെട്ടെന്ന് പ്രിയൻചേട്ടന് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് പ്രിയൻചേട്ടന്റെ അമ്മയെ പോലെ എനിക്കും പേടിയുണ്ടായിരുന്നു. ഞാൻ കാരണം പ്രിയൻചേട്ടന്റെ ജീവിതം നശിക്കാൻ പാടില്ല. പക്ഷെ കൃത്യസമയത്ത് തന്നെയാ തുളസി പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പ്രിയൻചേട്ടനെ അവള് നന്നായി നോക്കുന്ന എനിക്ക് ഉറപ്പാ. ശരിക്കും പറഞ്ഞാ അവള് തന്നെയായിരുന്നു പ്രിയൻചേട്ടന്റെ ഭാര്യ ആവേണ്ടിയിരുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ വലിഞ്ഞു കയറി വന്നതുകൊണ്ട് അവർക്ക് പിരിയേണ്ടി വന്നത്. പ്രിയൻചേട്ടനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോ തുളസി എന്തുമാത്രം വേദനിച്ചു കാണും അതെനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. കാരണം അതേ വേദന ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. തുളസി ഒരു പാവം കുട്ടിയാ. എനിക്ക് വേണ്ടി സമ്മാനം വാങ്ങിക്കൊണ്ട് അവള് വന്നത്. അവളെ എത്രമാത്രം വേദനിപ്പിച്ച ഒരാളോട് ഇത്രയും കരുതൽ കാണിക്കാൻ വലിയ മനസ്സുള്ള ഒരാൾക്കേ സാധിക്കും. തുളസിയെ പോലൊരു പാവം പെൺകുട്ടിയുടെ മനസ്സ് വിഷമിപ്പിച്ചതിന് നീ എനിക്ക് തന്ന ശിക്ഷയായിരിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെ? എന്തായാലും ഇനി അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് ഞാൻ ഉണ്ടാവില്ല. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നമായിട്ട് മറന്ന് അവരുടെ കൺവെട്ടത്ത് പോലും വരാതെ ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാണ് എന്റെ തീരുമാനം. അല്ലെങ്കിലും എന്റെ ഈ അവസ്ഥയില് എനിക്കിവിടെ അധികകാലം ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അവസ്ഥയെക്കുറിച്ച് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേടിനെയും വേദനയും കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലാരിൽ നിന്നും ദൂരെ പോയേ പറ്റൂ. പക്ഷെ പ്രിയൻചേട്ടൻ തുളസിയെ സ്വീകരിക്കുമെന്ന സംശയം ഇപ്പോഴും എനിക്കുണ്ട്. എന്നോട് പ്രിയൻചേട്ടന്റെ മനസ്സിലുള്ള സ്നേഹം തുളസിയോടുള്ള വെറുപ്പായി മാറരുത്. അദ്ദേഹം എന്നെ വെറുത്താലും കുഴപ്പമില്ല. തുളസിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. എന്നെ സ്നേഹിച്ചതിന്